നമസ്കാരം. കൊല്ലം വാർത്തകളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലാണ്. ഇപ്പോൾ ഒരു അയ്യപ്പ ഭക്തന് ഇവിടെ നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. സ്വാമി, എന്താ സംഭവിച്ചത് പറഞ്ഞു? സംഭവം ഞങ്ങൾ ഞാൻ ഇവിടെ പോയതാണ്. ശബരിമലയിലെ ഇന്ന് ഇപ്പം 11:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ പമ്പയിൽ നിന്ന് അവിടുന്ന് 11:30 ഇവിടെ എത്തി. ഇവിടെ എൻക്വയറി ചോദിച്ചപ്പം 10 വണ്ടി ഉണ്ടെന്ന് ചോദിച്ചു. നമ്മുടെ ഈ എൻക്വയറി ഒന്ന് കാണിച്ചു തരാം. അരമണിക്കൂറിനകത്ത് പറഞ്ഞത് അരമണിക്കൂർ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞതാണ്. ഇത് KSRTCയുടെ എൻക്വയറി ആണ്. പറഞ്ഞോ. അരമണിക്കൂർ പറഞ്ഞ് ഞാൻ ശരി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് 12 മണിക്ക് കിട്ടുമല്ലോ. 12 മണിയാകുമ്പോൾ വീണ്ടും ചോദിച്ചാൽ പറഞ്ഞ് ഒരു 10-15 മിനിറ്റ് വണ്ടി വരുമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ 15 നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് അതിനൊരു 12:45 ഞാൻ നമ്മൾ ഒരു പയ്യനുമായിട്ട് വളർന്ന് ഇരിക്കുന്നത്. 12:45 എന്തൊക്കെയായാലും വെളുക്കുന്നതിന് വണ്ടി വരുമെന്ന് പറഞ്ഞു. വെളുക്കുന്നതിന് വണ്ടി വരുമെന്ന്. ഇതിപ്പോൾ ആദ്യമേ പറയാൻ നമ്മൾ വേറെ ചെയ്ത് പോയതിനെ. അത് ശരി. നമ്മൾ ഉറക്കം കഴിഞ്ഞത് പിന്നെ മലയും ചവിട്ടി ഇവിടെ വന്ന് ക്ഷീണിച്ച് പോയാൽ എനിക്ക് എത്ര വീടെത്താൻ വേണ്ടിയിട്ട് കറക്റ്റ് എൻക്വയറി ചോദിച്ചാൽ കറക്റ്റ് സംഭവം പറയത്തില്ല. നിങ്ങൾ പറയണം ഇത്ര സമയത്തെ വണ്ടി ഉള്ളൂ, നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. ഇപ്പോൾ ഇത് ആ സാധനം ചോദിച്ചാൽ പറയും 3 മണിക്ക് വണ്ടി ഉള്ളത്. നിരുത്തരവാദപരമായ പ്രവർത്തനം KSRTCയുടെ ഭാഗത്ത് ഇങ്ങനെയുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. 12 കഴിഞ്ഞ് 12:51 മണിയായി. ഇപ്പം അതിന്റെ സമയം എങ്ങനെയാണെന്ന് പറയുന്നത് ഇത് കറക്റ്റായിട്ട് പറഞ്ഞ 3 മണിക്ക് വണ്ടി ഉള്ളു. ഇപ്പൊ KSRTC കൃത്യമായിട്ടൊരു സമയക്രമം ഇല്ല ചേട്ടാ. അതിന്റെ സമയം 12:30 ആണ്. ഇന്ന് തന്നെ ഈ 9:30 വണ്ടിയൊക്കെ വന്നത് 10:45 വണ്ടികൾ വരുന്നത്. ലേറ്റായിട്ട് വരുത്തില്ല വണ്ടി. അതാണ് ലേറ്റ് ആവുന്നതിന് പരിധി ഇല്ലയോ? KSRTC എന്നുള്ള ഒരു പ്രസ്ഥാനം തകർന്നു പോകുന്നതിന്റെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇതുപോലെ നിരവധി ഭക്തർ ഇവിടെ വണ്ടി ഇല്ലാതെ നിൽക്കുന്ന അയ്യപ്പ ഭക്തർ ഒരുപാട് പേര് ഇവിടെ ഇരിക്കുക. ഇവിടെ കുറേ ആളുകൾ വണ്ടി കാത്ത് കിടക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഒരു വണ്ടി കാത്തിട്ട് ഇവിടെ വന്ന് കിടക്കുക. അപ്പോൾ അവർ KSRTCയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിരുത്തരവാദ ഒരു പ്രവർത്തനം. പിന്നെ 12 പറഞ്ഞു, 12:30 പറഞ്ഞു. ഇപ്പൊ 12:52 1 മണിയായി. ഇപ്പൊ ഞാൻ 7:50 ഞാൻ സ്ഥാനം ചോദിച്ചു, സാറേ ഇവിടെ വണ്ടി ഉണ്ടോ പറയുന്നത്. അത് ആ വണ്ടി മിക്കവാറും 3 മണിയാവുന്നു. അപ്പൊ ഇത് ആദ്യം 12 ഇപ്പൊ 7 മണി വീട്ടിൽ പോയി കിടന്ന് വീട്ടുകാരെ കണ്ട് പിന്നെ ആഹാരം കഴിച്ച് കിടക്കുന്ന സമയം കഴിഞ്ഞു. 3 ദിവസമായി. സാറേ, സാറിരിക്കുന്നത് KSRTCയുടെ എൻക്വയറിക്കകത്ത് ഇരുന്നുകൊണ്ട് ഒരു വണ്ടി എപ്പോൾ വേണേലും വരാമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ സാറേ? സർക്കാർ വണ്ടിയാ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. അല്ല, ഒരു വണ്ടി 10 മിനിറ്റ് താമസിക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂർ, ഒരു 15 മിനിറ്റ് താമസിക്കുക, അല്ലെ ഇത് 1 മണിക്കൂറൊക്കെ താമസിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും സമയമായി. ഈ അയ്യപ്പ ഭക്തരെ കൊണ്ട് കോടിക്കണക്കിന് രൂപ നമ്മുടെ സർക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട യാത്രാ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെ സ്ത്രീകൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇത്രയും സ്ത്രീകളും കുട്ടികളും ഒരുപാട് പേര് ഇവിടെ വാഹനം കാത്തിരിപ്പുണ്ട്. ഇവിടെ മണിക്കൂറുകളായിട്ട് ഇവരിവിടെ ഇരിക്കുക. ഇനി ഓട്ടോ വിളിച്ച് പോകാനാണോ? എത്ര നേരമായി അമ്മ വന്നിട്ട്? ഒരുപാട് സമയമായോ? അത് ശരി. ബസ് കാത്തിരിക്കുക. അത് ശരി. ഇവിടെ ഉദ്യോഗസ്ഥർ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു മറുപടി തരുന്നില്ലയോ? വന്നെങ്കിൽ വന്ന്, ഇല്ലെങ്കിൽ ഇല്ല അല്ലേ? അത് ശരി. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്.